ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, മുഴുവനായി കാണാൻ നോക്കുക. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന മുഗൾ ഭരണാധികാരികളുടെ പേരുകളിൽ ശരിയായത് ഏതല്ല? ചുവടെ തന്നിരിക്കുന്ന മുഗൾ ഭരണാധികാരികളുടെ പേരിൽ കറക്റ്റായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ഒന്നാമത് ജഹാംഗീർ സലീം. ജഹാംഗീർ സലീം എന്നുള്ളത് ശരിയായതാണ്. രണ്ടാമത്തത് ഔറംഗസീബ് ആലംഗീർ. ഔറംഗസീബിൻ്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ ആലംഗീർ ആണ്. അതുപോലെ തന്നെ ജഹാംഗീറിൻ്റെ യഥാർത്ഥ പേര് സലീം എന്ന് തന്നെയാണ്. അടുത്തത് ഷേർഷാ ഫരീദ്. ഷേർഷാ ഫരീദ് എന്നുള്ളത് അതും കറക്റ്റായ പേര് തന്നെയാണ്. നാലാമത്തത് ഷാജഹാൻ ഗുറും. ഷാജഹാൻ്റെ യഥാർത്ഥ പേരെന്ന് അറിയപ്പെടുന്നത് ഗുറം ആണ്. ഓക്കെ, നാലും ശരിയായതാണ്. ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ് എന്നുള്ളതാണ് ആൻസറായി വരുന്നത്. അടുത്തത് ഏത് സുൽത്താൻ്റെ ഭരണകാലത്താണ് കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയായത്? ഏത് സുൽത്താൻ്റെ ഭരണകാലത്താണ് കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയായത്? ആൻസർ ഓപ്ഷൻ എ ഇൽത്തുമിഷ്. ഇൽത്തുമിഷിൻ്റെ കാലത്താണ് കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയായത്. അടുത്തത് ഏത് ഭരണാധികാരിയുടെ ആസ്ഥാന കവിയാണ് അമീർ ഖുസ്രു? ഏത് ഭരണാധികാരിയുടെ ആസ്ഥാന കവിയായിരുന്നു അമീർ ഖുസ്രു? ആൻസർ ഓപ്ഷൻ ഡി അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയാണ് അമീർ ഖുസ്രു. അടുത്തത് ഗുനി ദർവാസ അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ഗേറ്റ് പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി ആര്? ഗുനി ദർവാസ അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ഗേറ്റ് പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി. ആൻസർ ഓപ്ഷൻ സി ഷേർഷാ. ഷേർഷാ സൂരിയാണ് ഗുനി ദർവാസ പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി. അടുത്തത് വില്യം ഹോക്കിൻസ്, തോമസ് റോ എന്നീ ഇംഗ്ലീഷുകാർ ഏതു മുഗൾ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലെ സന്ദർശകരായിരുന്നു? വില്യം ഹോക്കിൻസ്, തോമസ് റോ എന്നീ ഇംഗ്ലീഷുകാർ ഏത് മുഗൾ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലെ സന്ദർശകരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ജഹാംഗീർ. വില്യം ഹോക്കിൻസും തോമസ് റോയും ജഹാംഗീർ മുഗൾ ഭരണാധികാരി ആയിരിക്കുമ്പോഴാണ് ഇന്ത്യ സന്ദർശിച്ചിരുന്നത്. അടുത്തത് മുഗൾ ഭരണാധികാരിയായ അക്ബറുടെ സൈനിക വിഭാഗ തലവൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? മുഗൾ ഭരണാധികാരിയായ അക്ബറുടെ സൈനിക വിഭാഗ തലവൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി മീർ ബക്ഷി. മീർ ബക്ഷി എന്നാണ് മുഗൾ ഭരണാധികാരിയായ അക്ബറുടെ സൈനിക വിഭാഗ തലവൻ്റെ പേര്. അടുത്തത് ഐനി അക്ബാരി, അക്ബർനാമ എന്നീ കൃതികളുടെ കർത്താവാര്? ഐനി അക്ബാരി, അക്ബർനാമ എന്നീ കൃതികൾ രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ അബുൽ ഫസൽ. അബുൽ ഫസലാണ് ഐനി അക്ബാരി, അക്ബർനാമ എന്നീ കൃതികളുടെ കർത്താവ്. അടുത്തത് AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരി ആരാണ്? AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരി. ആൻസർ ഓപ്ഷൻ സി അക്ബർ. അക്ബർ ആയിരുന്നു AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരി. അടുത്തത് ഇക്ത എന്ന പേരിൽ ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയതാര്? ഇക്ത എന്ന പേരിൽ ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി ഇൽത്തുമിഷ്. ഇൽത്തുമിഷാണ് ഇക്ത എന്ന പേരിൽ ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയത്. അടുത്തത് തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. കൊൽക്കത്തയെ അമൃത്സറുമായി ബന്ധിപ്പിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ എന്ന മുഗൾ ഭരണാധികാരിയാണ്. ഷേർഷയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത്. അത് ശരിയായ കാര്യമാണ്. അടുത്തത് ശിവജിയുടെ മന്ത്രിസഭയിലെ സൈനിക തലവൻ സേനാപതി എന്ന് അറിയപ്പെടുന്നു. അതും കറക്റ്റാണ്. ശിവജിയുടെ മന്ത്രിസഭയിൽ സൈനിക തലവൻ സേനാപതി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് അവസാന മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ ഒന്നാമനാണ്. അത് തെറ്റാണ് അല്ലേ? കാരണം അവസാന മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറാണ്. അടുത്തത് ഗുരു രാംദാസ് എന്ന സിഖ് ഗുരുവാണ് അമൃത്സർ നഗരം പണി കഴിപ്പിച്ചത്. അമൃത്സർ നഗരം പണി കഴിപ്പിച്ചത് സിഖ് ഗുരുവാണ്, ഗുരു രാമദാസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓക്കെയാണ്. എയും ബിയും ഡിയും കറക്റ്റാണ്. സി ആണ് ആൻസർ വരുന്നത്. അവസാന മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ബഹദൂർ ഷാ ഒന്നാമൻ എന്നുള്ളതാണ് തെറ്റായി വരുന്നത്. താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി. അടുത്തത് 1846 ലാഹോർ ഉടമ്പടി രൂപം കൊണ്ടത് ഏത് യുദ്ധത്തിൻ്റെ പരിണിത ഫലമായാണ്? 1846 ലാഹോർ ഉടമ്പടി രൂപം കൊണ്ടത് ഏത് യുദ്ധത്തിൻ്റെ പരിണിത ഫലമായാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം.
1846 ലാഹോർ ഉടമ്പടി രൂപം കൊണ്ടത് ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ ഫലമായാണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്തത് ഹർമന്ദർ സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന അമൃത്സറിലെ സുവർണക്ഷേത്രം നിർമ്മിച്ച സിഖ് ഗുരു ആരാണ്? ഹർമന്ദർ സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന അമൃത്സറിലെ സുവർണക്ഷേത്രം നിർമ്മിച്ച സിഖ് ഗുരു ആര്? ആൻസർ ഓപ്ഷൻ ബി. ഗുരു അർജുൻ ദേവ്. ഗുരു അർജുൻ ദേവാണ് ഹർമന്ദിർ സാഹിബ് എന്ന് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ അമൃത്സറിലെ സുവർണക്ഷേത്രം നിർമ്മിച്ചതും ഗുരു അർജുൻ ദേവ് തന്നെയാണ്. അടുത്തത് മുഗൾ ഭരണാധികാരിയായ ഷാജഹാനെ തടവറയിൽ പരിചരിച്ചിരുന്ന മകളുടെ പേരെന്ത്? മുഗൾ ഭരണാധികാരിയായ ഷാജഹാനെ തടവറയിൽ പരിചരിച്ചിരുന്ന മകളുടെ പേര്? ആൻസർ ഓപ്ഷൻ ഡി. ജഹ്നാര. ജഹ്നാരയാണ് മുഗൾ ഭരണാധികാരിയായ ഷാജഹാനെ തടവറയിൽ പരിചരിച്ചിരുന്ന മകള്. അടുത്തത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബൻ ബത്തൂത്ത എഴുതിയ പുസ്തകം ഏതാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബൻ ബത്തൂത്ത എഴുതിയ പുസ്തകം? ആൻസർ ഓപ്ഷൻ എ. സഫർനാമ. സഫർനാമ എന്ന പുസ്തകമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബൻ ബത്തൂത്ത എഴുതിയത്. അടുത്തത് മണിമേഖല എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നഗരമേത്? മണിമേഖല എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നഗരം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി. മധുര. മണിമേഖല എന്ന കൃതിയിൽ പരാമർശിച്ചിരുന്ന നഗരമാണ് മധുര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് മുഗൾ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. 15 ചോദ്യങ്ങൾ മാത്രമാണ്, ചെറിയൊരു പാർട്ടാണ് നോക്കിയത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.